എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം എന്തോ കല്യാണം നടത്താനേ നിന്റെ ഓപ്പണേജ് കളഞ്ഞുപോയ തന്തയില്ലേ നീ നാട്ടിലെ എല്ലാവരുടെ കക്ഷത്തിലെ രോമം പറിച്ചിട്ട് നീ പോയിട്ട് നിന്റെ തന്ത കറുത്ത തന്ത ഇനി കണ്ടുപിടിക്കണം. എന്നിട്ട് പുള്ളിയോട് നടത്തി തരാൻ പറയണം. ഒരു ദിവസം വേഷം കെട്ടി മുണ്ടും എടുത്ത് കോണാനും ഇട്ട് മറ്റേ ഇതും മറ്റും ഞാനും ജോക്കിയൊക്കെ വന്നതാണ് ആ വീട്ടിൽ കല്യാണം നടത്താൻ. എന്നിട്ട് എന്നെ അതുപോലെ ഞങ്ങൾ നാണം കെട്ടറാ അവിടെ വിഷമമുണ്ട് എനിക്ക്. ഞങ്ങൾ വിഷമം കെട്ട് നാണം കെട്ട് വന്നവരാ ഞങ്ങൾ. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പോവാം. ഇനി ആ വീട്ടിലോട് കല്യാണം നടത്താൻ. ജോക്കി അറിഞ്ഞോണ്ടല്ലോ വെട്ടി നുറുക്കും നിന്നെ. മലയാളം നല്ലപ്പോളം സംസാരിക്കും. ഇതാണ് മലയാളം. അടിച്ച് നിന്നെ തിരിച്ചു കളയും. ഇതൊന്നും അല്ല മലയാളം. നീ വേറെന്തോ പറയണേ. നിന്റെ മനസ്സിലാക്കാൻ തന്നെ അരമണിക്കൂർ എടുക്കും. ജനിച്ചപ്പോ തൊട്ട് എന്റെ മോനെ വെർസറ്റൈൽ ബേബി ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പലതരം ലാംഗ്വേജ് മറാഠി സംസാരിക്കും. മറാഠി സംസാരിക്കാം. ലവിടെ എന്നൊക്കെ ആണ് ഇപ്പം പറഞ്ഞ മറാഠിയാണ് ഇപ്പൊ പറഞ്ഞേ. മറാഠി ഒന്നുകൂടെ പറയണം. മറാഠി എന്നോട് പറഞ്ഞോ. സൂപ്പർ. അറബി അറിയാം. കന്നഡ കന്നഡ തുമാനെ ഇത് അറബി. അതല്ലേ ഇത് തമിഴ് പാട്ട്. തമിഴ് പാട്ട്. ഇതെല്ലാം സാമ്യതയുള്ള ഭാഷകളല്ലാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം എന്തോ കല്യാണം നടത്താനേ നിന്റെ ഓപ്പണേജ് കളഞ്ഞുപോയ തന്തയില്ലേ നീ നാട്ടിലെ എല്ലാവരുടെ കക്ഷത്തിലെ രോമം പറിച്ചിട്ട് നീ പോയിട്ട് നിന്റെ തന്ത കറുത്ത തന്ത ഇനി കണ്ടുപിടിക്കണം. എന്നിട്ട് പുള്ളിയോട് നടത്തി തരാൻ പറയണം. ഒരു ദിവസം വേഷം കെട്ടി മുണ്ടും എടുത്ത് കോണാനും ഇട്ട് മറ്റേ ഇതും മറ്റും ഞാനും ജോക്കിയൊക്കെ വന്നതാണ് ആ വീട്ടിൽ കല്യാണം നടത്താൻ. എന്നിട്ട് എന്നെ അതുപോലെ ഞങ്ങൾ നാണം കെട്ടറാ അവിടെ വിഷമമുണ്ട് എനിക്ക്. ഞങ്ങൾ വിഷമം കെട്ട് നാണം കെട്ട് വന്നവരാ ഞങ്ങൾ. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പോവാം. ഇനി ആ വീട്ടിലോട് കല്യാണം നടത്താൻ. ജോക്കി അറിഞ്ഞോണ്ടല്ലോ വെട്ടി നുറുക്കും നിന്നെ. സോറി. അയ്യോ എന്നോട് എന്തിനാ സോറി പറയുന്നത്? നിന്റെ വൈഫല്ലേ? അല്ലാണ്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി. എന്തുണ്ടായി? ഇനിയിപ്പോ ഇത് മറച്ചിട്ട് കാര്യമില്ല. എന്റെ പൊന്ന് ചന്ദ്ര, അലീനക്ക് വയറ്റിളക്കോ തൂറ്റലോ എന്തോ ആണ്. നീ കൊണ്ട് ആശുപത്രി കാണിക്കളിയാ? ഒരു ഡൗട്ടും ഇല്ല. നീ കടന്ന് ചിന്തിക്കല്ലേ. നീ അധികം ഫുഡ് പോയിസൺ എന്തോ അടിച്ച് തൂറ്റല് പിടിച്ചതാണ്. പുതിയ വൈറസ് എന്താണത്? ഇങ്ങനെയാണ് എനിക്ക് ഒരു ഒറിജിനൽ മോനെ വളർത്തണമെന്നുണ്ടോ? കുറെ നാൾ വല്ല വല്ല മോനെ വളർത്തി മടുത്ത്. കുറച്ചു മുമ്പല്ല നീ അത് മുന്നിൽ വെച്ചാ. അല്ല സൂര്യ ഉദ്ദേശിച്ച സൂര്യന്റെ മോല്ലേ. അല്ല ഞാൻ സൂര്യ നമ്മുടെ അപ്പുക്കുട്ടല്ലേ. അപ്പുക്കുട്ട മറ്റേ അപ്പുല്ലേ അപ്പുവൻ അവന്റെ ഉദ്ദേശം. എന്നാ ഞാൻ കുറച്ച് പിള്ളേർ എത്രത്തെ വളർത്തുന്ന ഒരവസ്ഥയാണ്. അവരാരും പറഞ്ഞത് ഒരു അച്ഛയെ കൊണ്ട് എവിടെയാലും സിറ്റുവേഷനിൽ പോയ അവന്റെ മോൻ, അവന്റെ അച്ഛൻ, അവന്റെ കൊച്ചച്ഛന്റെ മോൻ, പെണ്ണും പിള്ളയുടെ ചില്ലുംകുട്ടി അടച്ചിട്ട് നമ്മള് ഫുൾ പാക്കേജാ. നമുക്കൊരു ആപത്ത് വരുമ്പത്തേക്ക് ബോഡിയെങ്കിലും ബോഡിയെങ്കിലും വീട്ടിലെത്തിക്കണം. സംഭവം സൂര്യബോസ് പറയുവാണേ. അലീനക്ക് 2 ദിവസം കൊണ്ട് ഭയങ്കര വയറുവേദനയാണ്. വയറുവേദനയും ഭയങ്കര ക്രേവിങ്സ്, മാങ്ങ കഴിക്കാനൊക്കെ തോന്നുന്നൊക്കെ. നിന്നെ ചതിച്ചല്ലേ അലീന? എന്നാ മാങ്ങ കഴിക്കാൻ തോന്നുന്നു. നിന്നെ ചതിച്ചല്ലേ അലീന? ഇല്ലടാ ഞാൻ പറഞ്ഞതാണ്. അത് പറഞ്ഞത് എന്തായാലും നിന്റെ അല്ലല്ലോ അളിയാ. നിനക്ക് അതിനുള്ള കഴിവില്ലല്ലോ. അല്ല എനിക്കത് കഴിവുള്ള സൂര്യബോസ് ഇരിക്കണേ. അണ്ണനുണ്ടാ ദത്തെടുത്തല്ലടാ നീ ദത്തെടുത്ത് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ദത്തെടുത്തോണ്ടോന്നല്ലടാ. നീ ദത്തെടുത്തോണ്ടോന്നല്ലടാ നീ. പിന്നെ ഈ ചെറുക്കൻ എങ്ങനെ തമിഴ് പറയുന്ന ഇപ്പം പറ. മലയാളം നല്ലപ്പോളം സംസാരിക്കും. ഇതാണ് മലയാളം. അടിച്ച് നിന്നെ തിരിച്ചു കളയും. ഇതൊന്നും അല്ല മലയാളം. നീ വേറെന്തോ പറയണേ. നിന്റെ മനസ്സിലാക്കാൻ തന്നെ അരമണിക്കൂർ എടുക്കും. ജനിച്ചപ്പോ തൊട്ട് എന്റെ മോനെ വെർസറ്റൈൽ ബേബി ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പലതരം ലാംഗ്വേജ് മറാഠി സംസാരിക്കും. മറാഠി സംസാരിക്കാം. ലവിടെ എന്നൊക്കെ ആണ് ഇപ്പം പറഞ്ഞ മറാഠിയാണ് ഇപ്പൊ പറഞ്ഞേ. മറാഠി ഒന്നുകൂടെ പറയണം. മറാഠി എന്നോട് പറഞ്ഞോ. സൂപ്പർ. അറബി അറിയാം. കന്നഡ കന്നഡ തുമാനെ ഇത് അറബി. അതല്ലേ ഇത് തമിഴ് പാട്ട്. തമിഴ് പാട്ട്. ഇതെല്ലാം സാമ്യതയുള്ള ഭാഷകളല്ലാണ്.
അണ്ണാ, ഇവിടെ അത് ഇവിടെ അത് ഇവിടെ ഇവിടെ ഡേ എനിക്ക് വല്ല പറ്റിയ. അവൻ വണ്ടി എടുക്കാതെ വഴി വെട്ടി ഓടി. ദോ പോണവൻ നേരെ ഓടിയവൻ. ദേ, അവിടെ കിടന്ന് നമ്മുടെ ആളാണോ? ആണോ? ഇവിടെ ആരാ ചത്ത് വീണ ഇപ്പൊ? മറിക്കാവോ ബ്രോ ഈ ബ്രോന്റെ ഓരോ കാര്യങ്ങള് ടോർച്ചർ ചെയ്ത് പറയണ എന്റെ അമ്മോ. അവൻ ഇരിക്കാനും പറ്റൂല. മച്ചുവിനെയും മച്ചിന് വണ്ടി ഓടിക്കാൻ അറിയില്ല വണ്ടി ഓടിക്കാൻ അറിയാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആരാ ബ്രോ ഈ ലൈസൻസ് ഒക്കെ തന്നേ? എന്താന്ന് ഞാൻ കത്തി നിൽക്കുന്ന ഇവന്മാര് പോയിട്ട് ഇവന്മാരുടെ ഇപ്പോഴത്തെ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേണ്ട അടിക്കാൻ എന്തായാലും പേടിയാ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാ നമ്മളൊക്കെ തത്സമയം വരുന്നതിന് തൊട്ട് മുമ്പ് നേരെ ഏതെങ്കിലും സിറ്റുവേഷൻ ട്രിഗർ ആക്കാം. കാരണം ഇന്നലെ ബോബോയെ കത്തിച്ചപ്പോ ചോദിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇപ്പൊ നമ്മള് വരുന്നതിന് മുമ്പ് അത്രയ്ക്ക് ധൈര്യമുള്ളവന്മാരൊന്നും വെയിറ്റ് ചെയ്യില്ലടാ. നമ്മൾ ടി വി സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കിയിട്ടില്ല. ടി വി സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി പോവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും തല്ലുമെന്നറിയാം. അത്രയ്ക്ക് ഉറപ്പുണ്ടായിട്ട് പോലും അവന്മാര് വേറെ സിറ്റുവേഷൻ എടുത്ത് വെക്കണമെങ്കിൽ എന്തോ ഒരു പേടിയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളുടെ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാറില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തന്നെ തല്ലിയ നമ്മൾ സിറ്റുവേഷൻ എടുക്കും. എന്നിട്ട് വേറൊരു ഗ്യാങ്ങിനോട് സിറ്റുവേഷൻ എടുത്ത് വെക്കണമെങ്കിൽ അവന്റെയൊക്കെ പ്ലാൻ എന്താന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പേടിച്ചു കൂറികള് വരട്ടെ കഴിഞ്ഞ്. എടാ സൂര്യബോധം ചേടാ ജാങ്കോ ബ്രോ ആരെയും പേടിപ്പിക്കണേ. ഞാൻ അത് പറഞ്ഞില്ലേ. എടാ വിടറാ, ഞാൻ എന്റെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നീ എന്തോ പറഞ്ഞോണ്ടിരുന്നേ? മാങ്ങ ഇത് സംഭവം ഗ്യാസിന്റെ ആണ്. ഇപ്പൊ സൂര്യക്ക് ടെൻഷൻ, ഒരേ ടെൻഷൻ. அது என்ன ஆயிடுச்சுன்னு பாருங்க. ஃபர்ஸ்ட் வந்து அப்பா பம்பு போகணும். பம்பு போகும்போது அம்மா வந்து 10 டைம்ஸ் வாமிட் எடுத்து, ஒரு டைம் இல்ல 10 டைம்ஸ் வாமிட் எடுத்து 10 ടൈംസ് വോമിറ്റ് എടുത്താ? ആര് തറന്ന് വോമിറ്റ് വാരി എടുത്താ? அல்ல இல்ல இல்ல அது போல. அதுக்கப்புறம் அம்மா கொஞ்சம் தூரம் கார் ஓட்டும் போது சோதிச்சு, எனக்கு ஃபுட் കഴിக்க மசால் தோசை வேணும். அதுக்கப்புறம் எனக்கு டயர்டா இருக்கு, அப்புறம் மாங்காய் வேணும், பச்சை மாங்காய் வேணும், அதெல்லாம் ചോദിച്ചു. വയറിളകുമ്പോ പഠിക്കും ഇതെല്ലാം തൂറ്റൽ പിടിപ്പിക്കുമ്പോ മാറും കേട്ടാ. ഈ കണ്ട സാധനങ്ങളൊക്കെ വാരി കുടിക്കാതെ അച്ചാറ് സോഡ. അണ്ണാ എന്തൊരു സോറി. എന്താടാ? വെരി സോറി. അയ്യോ എന്നോട് എന്തിനാ സോറി പറയുന്നത്? നിന്റെ വൈഫല്ലേ? അല്ലാണ്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി. എന്ത് ഇനിയിപ്പോ ഇത് മറച്ചിട്ട് കാര്യമില്ല. എന്റെ പൊന്ന് ചന്ദ്ര, അലീനക്ക് വയറ്റിളക്കോ തൂറ്റലോ എന്തോ ആണ്. നീ കൊണ്ട് ആശുപത്രി കാണിക്കളിയാ? ഒരു ഡൗട്ടും ഇല്ല. നീ കടന്ന് ചിന്തിക്കല്ലേ നീ അധികം. ഫുഡ് പോയിസൺ എന്തോ അടിച്ച് തൂറ്റല് പിടിച്ചതാണ്. പുതിയ വൈറസ് എന്താണത്? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം എന്തോ കല്യാണം നടത്താനേ നിന്റെ ഓപ്പണേജ് കളഞ്ഞു പോയ തന്തയില്ലേ? നീ നാട്ടിലെല്ലാവരുടെ കക്ഷത്തിലെ രോമം പറിച്ചിട്ട് നീ പോയിട്ട് നിന്റെ തന്ത കറക്റ്റ് തന്ത ഇനി കണ്ടുപിടിക്കണം. എന്നിട്ട് പുള്ളിയോട് നടത്തി തരാൻ പറയണം. ഒരു ദിവസം വേഷം കെട്ടി മുണ്ടും എടുത്ത് കോണാനും ഇട്ട് മറ്റേ ഇതും മറ്റും ഞാൻ ജോക്കിയൊക്കെ വന്നതാണ് ആ വീട്ടിൽ കല്യാണം നടത്താൻ. എന്നിട്ട് എന്നെ അതുപോലെ ഞങ്ങൾ നാണം കെട്ടറാ. അവിടെ വിഷമമുണ്ട് എനിക്ക്. ഞങ്ങൾ വിഷമം കെട്ട് നാണം കെട്ട് വന്നവരാ ഞങ്ങൾ. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പോവാം. ഇനി ആ വീട്ടിലോട് കല്യാണം നടത്താൻ. ജോക്കി അറിഞ്ഞോണ്ടല്ലോ വെട്ടി നുറുക്കും നിന്നെ. ഇങ്ങനെയാണ് എനിക്ക് ഒരു ഒറിജിനൽ മോനെ വളർത്തണമെന്നുണ്ടോ? കുറെ നാൾ വല്ല മോനെ വളർത്തി മടുത്ത്. കുറച്ചു മുമ്പല്ല നീ അത് മുന്നിൽ വെച്ചാ. അല്ല സൂര്യ ഉദ്ദേശിച്ച സൂര്യന്റെ മോല്ലേ?
അല്ല ഞാൻ ഉദ്ദേശിച്ച സൂര്യ നമ്മുടെ അപ്പുക്കുട്ടല്ലേ അപ്പുക്കുട്ട മറ്റേ അപ്പു ഇല്ലേ അപ്പുവൻ അവന്റെ ഒരു ഉദ്ദേശം എന്നാ ഞാൻ കുറച്ച് പിള്ളേർ ഇത്രത്തോളം എത്തുന്ന അവസാനം അവരെ കാര്യം പറഞ്ഞത്. ഓ ഓ ഓ അങ്ങനെ അവരൊക്കെ അനാഥരായി ശരിക്കും. നമുക്കൊരു ഓഫനേജ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഓഫനേജ് ഇങ്ങനെയാണ് വാർഡൻ. പിള്ളേര് മാത്രമേ ഉള്ളൂ. ഇവനാണ് സാറ് പിള്ളേരെ പഠിപ്പിക്കുന്ന സാറ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ, ഇനി ചന്ദ്ര നിന്റെ കല്യാണം കളവാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റും. ഞാൻ വരത്തില്ല. ഞാൻ ആ 7 അയലത്ത് വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. അണ്ണ അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവും. അത് അങ്ങനെ പറഞ്ഞ നീ ഉണ്ടാകണ കല്യാണത്തിന് താലിമാലെന്നൊക്കെ പറഞ്ഞ് തട്ടവും പിടിച്ച് ഞാൻ അവിടെ നിന്നതാ പൊട്ടനെ പോലെ. എന്നിട്ട് ഞങ്ങള് കല്യാണത്തിന് വന്നപ്പോ അവൾ ആറ്റിച്ചാടുമെന്ന് അവൾ ആറ്റിച്ചാടുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി നിൽക്കണം. അവിടെ ആറ്റിച്ചാടും. അണ്ണനെ ഫുള്ള് ജവാനെട് വക ഒരാടി. എനിക്ക് ഇതിന്റെ പേര് കള്ളുടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ കള്ളുടിക്കുന്നല്ല, മനസ്സിലായോ? ഞാൻ കുടിക്കത്തില്ല. നിർത്തി വാർണക പോലല്ലേ അണ്ണാ. എടാ എന്റെ ബർത്ത്ഡേ പരിപാടികൾക്ക് കുറച്ചധികം കുടിച്ചായിരുന്നു. അതുകൊണ്ട് ലിവർ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിപ്പോ കുടി നിർത്തിയിരിച്ചിരിക്കാം. ഒരാഴ്ച അണ്ണാ നല്ല കേട്ടാ. ലിവർ വളരുവണ്ണ അതറിയില്ലേ? അണ്ണ ഒരു വർഷം കുടിക്കില്ല. ലിവർ വളരും, ബ്രെയിൻ വളരില്ല. അത് എക്സാമ്പിൾ കണ്ടില്ലേ? അവരെ കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് നാളെങ്കിലും ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ ഗ്യാങ് പോകും. ഈ ഗ്യാങ് മൊത്തത്തിൽ പോകും. ലിവർ വളരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിർത്തി വെച്ചിരിക്കുന്നത്. അണ്ണ അധികം മദ്യപിക്കുന്നവരെ ഇടക്കിടക്ക് ലിവർ വെട്ടി വരണം ഓപ്പറേഷൻ ചെയ്ത്. അണ്ണാ എന്നാ നല്ലത് വളരത്തുള്ളൂ. ലിവർ എടാ ലിവർ അറിഞ്ഞില്ലേ അലീനെ ഛർദിച്ചെന്ന്? ഛർദിച്ചത് ഇപ്പൊ പറയാം. മാങ്ങ ചോദിച്ചെന്ന് സൂര്യനോട്. പച്ചമാങ്ങ ചോദിച്ചെന്ന്. അണ്ണാ ഞാൻ എടാ നീ നിന്റെ ഡുണ്ടുമോളെ വിളിച്ചോണ്ട് ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ ലൊക്കേഷനിലോട്ടൊന്ന് വന്നേ. ഒരു ഗ്യാപ്പ് കിട്ടിയവനാക്കി കളയണ്ട. അത് സത്യമാണ്. ജാങ്കോ ആരാ കേസ്? അസൻസിയോ ആണ് ജാങ്കോ കേസ്. അസൻസിയുടെ പേരാണ് ജാങ്കോ എന്ന്. ടിവിയിൽ അസൻസിയോ ആണ് ജാങ്കോ എന്ന് വിളിക്കുന്നത്. അത് ജാങ്കോ എന്നായിരുന്നു പേര്. എനിക്കറിയത്തില്ല പറയാ. എന്തോ കോമഡി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് പറയണം. MS30 ലൊക്കേഷൻ നമ്മളൊന്ന് ചോദിച്ചാ അവന് അലീന ഉണ്ടോ ഇവിടെ? ചന്ദ്ര വയ്യാത്തല്ലേ അണ്ണാ, ആശുപത്രിയിലൊക്കെ പോയിട്ട് അതെ അതെ. വയറിളക്കം വന്ന അങ്ങനെയാണല്ലേ, കുടല് വരെ വെളിയിൽ വരുവേ. അന്നേരം വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്തില്ലേ ഭയങ്കര പ്രശ്നമാണ്. വാസണ്ണ എലിക്ക് പുതിയ ബോയ് ഫ്രണ്ട് ആയെന്ന് പറഞ്ഞേട്ടാ. അതിപ്പോ എന്താ, ഞങ്ങള് ബ്രേക്കപ്പ് ആയി, അവള് പുതിയ റിലേഷൻഷിപ്പായി മൂവ് ഓൺ ആയി. അതിപ്പോ എന്താ? ഒരു കൊച്ചിനെ ദത്തം എടുത്ത് ആൾക്കാര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ കൂട്ടയിലല്ല അങ്ങനെയല്ല ഇവിടെ പറയാൻ. ആൾക്കാർ പറഞ്ഞ നീ പറയണ എന്താ പറ. ആൾക്കാർ നീ പറഞ്ഞുണ്ടാക്കിയത് എന്താ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അന്നേ പൊതു സാഹസത്തിൽ പറയാൻ പറ്റത്തില്ല. അന്നാ ഞാൻ മാറിയേക്കാം. വാ പോകുന്നേ അതൊരു സിറ്റിയിലെ ഒരു ഇത് വെച്ചിട്ടെ ഗോകുവാ സിറ്റിയിലെ ഒരു കരക്കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അണ്ണന് കഴിവില്ലാത്തോണ്ടാണ് അവള് ബ്രേക്കപ്പ് അടിച്ച് പോയിട്ട് ഇപ്പൊ ഒരു കൊച്ചിനെ ദത്തെടുത്തിട്ട് വളർത്തണം എന്നാണ്. ഈ കൊച്ചിന് ദത്തെടുത്തതിന് ശേഷം അങ്ങനെ സംസാരം വന്നു തുടങ്ങിയേ. ആണല്ലേ?
ഇപ്പൊ എനിക്ക് ഒരു കുഞ്ഞാൻ പോവാണ് അപ്പൊ സൂര്യബോസ് ദത്തെടുത്തപ്പോ ഇത് നാട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല ഇതിപ്പോ ഞങ്ങൾ ബ്രേക്കപ്പ് ആയില്ലല്ലോ. അല്ല നീ ഇപ്പൊ പറയുന്നത് നിന്റെ കൊച്ചാണെന്നാ പറയണേ. അപ്പൊ നിനക്ക് സൂര്യബോസിനെ നീ ദത്തെടുത്ത സമയത്ത് നിനക്ക് ഈ ആവതില്ലാത്തോണ്ടാണോ നീ ദത്തെടുത്തത്? ഇല്ല ദത്തെടുത്ത അല്ല ആണോ നിനക്ക് ആവതില്ലാത്തോണ്ടാണോ നീ ദത്തെടുത്തത്? അല്ല അണ്ണ ഞാൻ അങ്ങനെ ഞാൻ അതിന് ബ്രേക്കപ്പ് ആയില്ലല്ലോ. പക്ഷേ ഓക്കെ അപ്പൊ ബ്രേക്കപ്പ് ആയാൽ നമുക്ക് അങ്ങോട്ടും കൂടി ജീവിക്കട്ടെ. അതാ അങ്ങനെയാണ് ഇതിപ്പോ അങ്ങനത്തെ സംസാരം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ കൊച്ചിനെ തറക്കണം, ആ ചിന്നക്കുട്ടിയെ. ഞാൻ അതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു കൊച്ച് പൊട്ടക്കണത്തിലോ. നമ്മൾ അനാഥാലയത്തിൽ വളർന്നവരല്ലടാ നമ്മള്. അപ്പൊ ഒരു തുണയില്ലാത്തതിന്റെ വിഷമം നമുക്ക് നല്ലതായിട്ട് അറിയുന്നതല്ലേ. ആ തുണയില്ലാത്തതിന്റെ നാക്ക് ഇതോട്ട് പലാറ്റ വരെ ഉണ്ട്. അതുകൊണ്ടാണ് എടാ നിന്റെ ഈ തന്തയില്ലാത്ത ചേർക്കാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? അവന്റെ നാക്ക് തമിഴ്നാട് വരെ നീളമുണ്ട് അവന്റെ നാക്ക്. എന്നാ അത് വെച്ച് ആ കുരുത്തക്കെട്ട വെച്ച് നോക്കുമ്പോ എന്റെ മോനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കക്കുടം. അവള് കൈയും കരവശം കാണിച്ച് എന്റെ മോനെ അങ്ങ് വളച്ച്. സൂര്യബോസിന്റെ ഗേൾഫ്രണ്ട് ആണ് ഇപ്പൊ. കട്ടിവീശൊക്കെ വളർന്നിരിക്കുന്നോണ്ട് പറയണേ. ഇവര് ഈ പറയുന്ന റിലേഷൻഷിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള 2 പിള്ളേരുടെ കപ്പിളുടെ കാര്യം പറയണേ. നീ ഇങ്ങനെ ബീച്ചയും വളർത്തി അമ്പത്തൂരിനെയും കാർലോയും മിക്സ് ബ്രീഡ് ആക്കി നടന്നോ? അല്ല ഞാൻ പറയുന്നത് എനിക്കിത് കണ്ടിക്കാൻ പറ്റൂല. അത് എന്റെ മോൻ ഒരു കൊച്ചായിട്ട് ഇങ്ങനെ സല്ലപിച്ച് നടക്കാൻ എനിക്ക് കണ്ടിക്കാൻ പറ്റൂല. പിന്നെ ആ പെണ്ണിന്റെ ഭയങ്കര നാക്കമാണ്. നമ്മൾക്ക് ഇതിനൊക്കെ മുളയിലേ നുള്ളണം. ഡേഞ്ചർ ഇതൊക്കെ ഡേഞ്ചർ ആയിട്ട് വരും നമുക്ക്. ആണോ? എന്നാ നിന്റെ മോനും അല്ലിനേക്കും ആ കൊച്ചിനോട് വിഷം കളിക്കൂടെ? അല്ലിനെ കൂടെ പറ്റില്ലല്ലോ. അതെന്താ? അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ ഇതൊക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അഥവാ ഇനി നിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് അലീനയുടെ വയറ്റിലുള്ളത് നിന്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് വർത്തനാണ് അല്ല ഇങ്ങനെ പറഞ്ഞ നിന്റെ കൊച്ചാണെങ്കിൽ എടാ ഈ പ്രസവം, പേരെടുപ്പ്, ഈ സ്കാനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതില്. ചെലവടക്കം എല്ലാം ഉണ്ട്. അപ്പം ആ കുഞ്ഞ് വരുന്ന ആ ഒരു 10 മാസം ടി വി ഒന്ന് ഇറങ്ങണം. എടുക്കുമല്ലോ ചെലവിന്റെ കാര്യം കൊണ്ടല്ല. എനിക്ക് നമ്മൾ ആ സ്ഥാനത്ത് കോഹ്ലിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം. എന്നാലേ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുള്ളൂ. എന്റെ സ്ഥാനം വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആരാണ് ഉള്ളത്? ഒന്ന് പറഞ്ഞാണ്. ജസ്റ്റ് ഒരു പേര് പറഞ്ഞാണ്. നിന്റെ സ്ഥാനം പറഞ്ഞല്ലേ? നിന്റെ വലത്തെ സൈഡിലോട്ട് നോക്ക്. വലത്തെ സൈഡിലോട്ട് നോക്ക്. അണ്ണാ ഇപ്പോഴും പലട്ടെ ഇപ്പൊ മാപ്പ് ഇടാണ്ട് പോകാറുള്ളത് ഇവനെ കോഹ്ലിയുടെ ആക്കാനോ? നീ കോഹ്ലി ലീഡർ ആവുന്ന നിനക്ക് എന്തറിയായിരുന്നു? അതാണ് നിനക്ക് എന്തറിയായിരുന്നു? നീ എന്തായാലും ചെയ്തിട്ടാണോ നീ കോഹ്ലി ലീഡർ ആയത്? അതെങ്ങനെയാണോ അച്ഛനായി അതേപോലെ കോഹ്ലി ലീഡറായി. ഒരു കഴിവില്ലാത്തവൻ. അതെ, ഒരു എഫേർട്ടും ഇല്ലാതെ കണ്ടി ഒരു എഫേർട്ടും ഇല്ലാതായതാ. നിങ്ങളൊക്കെ കത്തിയോ? ഹലോ, എല്ലാരും കത്തിപ്പോയല്ലേ? ഞാൻ മാത്രം സ്റ്റേബിൾ ആയിട്ട് നിൽക്കണേ. 50 അല്ല 50-70. എനിക്ക് ഒരു അനക്കവും ഇല്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ലിങ്ക് ഒന്ന് അയക്കാവോ? എന്തിന്റെ? ആ കാർഡിന്റെ. എനിക്ക് എന്റേത് വാങ്ങാണ്ടിരിക്കാനേ, ബ്ലോക്ക് ചെയ്യാനാ. നമ്മളെല്ലാരും ഉണ്ടല്ലിയാ. നിന്റെതേ അങ്ങ് ബ്ലോക്ക് ചെയ്യാം, ലിസ്റ്റ് ചെയ്യുന്നേ ബ്ലോക്ക് ചെയ്യാം. വാങ്ങണ്ട. നിങ്ങളാരും കത്തിയില്ല? ഇല്ല, ആരില്ല, നീ മാത്രമേ കത്തിയോളൂ. ശരിക്കും? ഓ, എല്ലാവർക്കും 40 വീലൊക്കെ. നമ്മളെല്ലാരും ഇരിപ്പുണ്ട്. എനിക്ക് 22 ഉള്ളൂ. ഹലോ, പടം വരയ്ക്കാം. നീ കത്തിയില്ലേ? ഞാനൊക്കെ ഓൾറെഡി കത്തിയ. അതറിഞ്ഞാൽ കറക്റ്റ് ടൈമിംഗ്. അണ്ണ പടം വരയ്ക്കാം. പെയിന്റ്